അത് ക്യാൻസലായിപ്പോയി. അത്യാവശ്യം നല്ല പേയ്മെൻ്റൊക്കെ പറഞ്ഞ് അത് ഫൈനൽ സ്റ്റേജിൽ അത് പിന്നെ ക്യാൻസലായിപ്പോയി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ സജിന വിളിച്ചു, സജിന ഇതേപോലെ പിന്നെ ഷിയാസ് അവൻ്റെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പിന്നെ നീ ഒന്ന് വിളിക്കാൻ പറ, കാരണം എൻ്റെ കഞ്ഞിയിൽ പാറ്റിട്ട് എൻ്റെ 2-3 വർക്കുകൾ കളഞ്ഞു. പട്ടി എന്റെ ഒക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? എന്താ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. അദ്ദേഹത്തിന്റെ ചില തെറ്റിദ്ധാരണകൾ മൂലം, തെറ്റിദ്ധാരണ എന്ന് എനിക്ക് പറയാൻ പറ്റും, തെറ്റിദ്ധാരണകൾ മൂലം എനിക്ക് വന്ന വർക്കുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. വേറെ ആരുള്ള ഷിയാസ് കരീമാണ്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ ഇപ്പൊ അതിനൊരു വലിയ അടി കിട്ടിയിരിക്കുകയാണ്. ഒരു ആക്ച്വലി 2-3 ഷോ ഇപ്പം വന്നിട്ട് അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? ആളാണ് ആക്ച്വലി അദ്ദേഹം ഞങ്ങളുടെ ഡിവോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ആദ്യം തന്നെ അത് പറയട്ടെ. ഒരു ഒറിജിനാലിറ്റിക്ക് ഓവറാക്കരുത്, ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഇപ്പോഴത്തേക്ക് ഈ വ്യക്തി ഇത് അറിഞ്ഞിട്ട്, ഷിയാസ് കരീം എന്ന് അറിഞ്ഞിട്ട് അവരെടുത്ത് വിളിച്ച് പറയുന്നു, ഫിറോസ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് മാറ്റിക്കോ. ഗതികെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഷിയാസിനെ വിളിച്ചു. അപ്പൊ ആദ്യം വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല. ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്ത്, എന്താടാ നീ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? ഇതെന്തിനാ എന്റെ നാട്ടിലേക്ക് വരുന്നത്? പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മൻ തെറ്റാ. പുള്ളി അത് അങ്ങോട്ട് അടുക്കുന്നില്ല. പുള്ളി പറയുന്നില്ല, അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് എന്നെ പേടി ഉണ്ടാവുമായിരിക്കും. പുള്ളി പറയുന്നില്ല, അങ്ങനെ പേടിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ ഉണ്ട് അവിടെ വരാം. അതായത് ഗുണ്ടായിസം പോലെ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇടിച്ചു തോൽപ്പിക്കാനെന്നുള്ള ഇതില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ എനിക്കില്ല, ഫ്രീ ആയിട്ടാ പോകുന്നത്. ഞാൻ പറയാം, അത് നിങ്ങൾക്ക് പൈസ കൊണ്ടാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ എനിക്ക് പാഷൻ. ഇത് എന്നെ സംബന്ധിച്ച് അതൊരു തൊഴിലാണ് ഇതല്ല. എനിക്ക് ഫ്രീ ആയിട്ട് പോകാനോ അങ്ങനെയുള്ള ഒരു ഇത് എനിക്കില്ല. ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു എക്സ് ഗേൾ ഫ്രണ്ട്, വാട്ട് എവർ മേ ബി, നമുക്ക് ആ വ്യക്തിയുടെ പേര് പറയുക, നമ്മൾ അവരെ ഒന്നും ഇതിൽ വലിച്ചഴിക്കുക. ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പക്ഷേ നീ ചെയ്യുന്നത് ഒരിക്കലും മാന്യതയല്ല. അത് നിനക്ക് എപ്പോഴെങ്കിലും ഇതിന്റെ ഒരു തിരിച്ചടി സൃഷ്ടാവ് നിനക്ക് തന്നിരിക്കും. ഇത്ര ഞാൻ പറഞ്ഞോളൂ. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റ ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല.